നമസ്കാരം. റെയ്നോൾഡാണ്. ഈ ഫാൻ കറങ്ങുന്നത് ഒരു 53 സെക്കൻഡ് ഞാൻ ഈ ഫാൻ കറങ്ങുന്നത് കട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇതെങ്ങനെ എടുത്തത്. ഒന്ന് ഓർത്ത് നോക്കുക. നമുക്കൊരു 1 മണിക്കൂർ സമയം ഇങ്ങനെ ഫാൻ കറങ്ങുന്നത് നോക്കി അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അത് എത്ര പേർക്ക് സാധിക്കും? അത് 2 മണിക്കൂർ, അല്ലെങ്കിൽ 3 മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു ദിവസം മുഴുവനും നമുക്ക് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒരു ദിവസമല്ല, മാസങ്ങളായിട്ട് ഈ കാഴ്ച മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ നമ്മളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ടാകാം, നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിലുണ്ടാകാം, നമ്മുടെ അയൽക്കാരുടെ കൂട്ടത്തിലുണ്ടാകാം. അവർ ഒരുപക്ഷെ വാർദ്ധക്യ സഹജമായ ശാരീരിക അവശതകൾ കൊണ്ടാകാം, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നിട്ടോ അപകടം വന്നിട്ടോ ശയ്യാവലംബികളായത് ആകാം. ഏതായാലും അവർക്ക് പരസഹായം കൂടാതെ ഒന്ന് കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കുവാൻ കാലുകളുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങൾ എടുക്കുവാനായിട്ട് നമ്മൾക്ക് കരങ്ങളുണ്ട്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകൾ കാണുവാനായിട്ട് കണ്ണുകളുണ്ട്. ഒരുപക്ഷെ ഈ അസുഖം വന്നോ അല്ലെങ്കിൽ പ്രായത്തിൻ്റെ അവശതകൾ കൊണ്ടോ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നവർ, അവർക്ക് ആരോഗ്യമുണ്ടായിരുന്നൊരു സമയത്ത് അവർ പലരെയും കാണുവാൻ പോയിട്ടുണ്ടാകാം, അവരെ സഹായിക്കുവാനായിട്ട് അവർ എത്തിയിട്ടുണ്ട്, അവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അവർക്കത് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമ്മളെ വന്ന് കാണുവാൻ പറ്റാത്തത്. നമ്മളോട് വർത്തമാനം പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് അതുപോലും സാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ഇപ്പോൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണ്. നമ്മൾക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ട്, നമ്മൾക്ക് കാലുകളുണ്ട്, നമ്മൾക്ക് കൈയും അതേപോലെ തന്നെ നമുക്ക് കണ്ണുകളൊക്കെ ഉണ്ട്, നമുക്ക് കാണുവാനും കേൾക്കുവാനും സംസാരിക്കുവാനും. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുറച്ച് സമയം നമുക്ക് അവരെ ഒന്ന് കാണുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവർക്ക് പകർന്നു കൊടുക്കുന്ന ഒരു എനർജിയുണ്ട്, അതവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അവർക്ക് കിട്ടുന്ന ആശ്വാസം, നമ്മളുടെ ഒരു വാക്കുകൊണ്ട് അവർക്ക് കിട്ടുന്ന ആശ്വാസമുണ്ട്. ഒരുപക്ഷെ നമ്മളൊരു നോട്ടം കൊണ്ട് അവരുടെ കണ്ണിലേക്ക് ഒന്ന് നോക്കി കൂടെയുണ്ട് എന്ന് നമ്മളൊന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു പ്രത്യേക ഒരു എനർജിയും ഉന്മേഷമായിരിക്കും. അതിൻ്റെ ഒരു അനുഗ്രഹവും കൃപയും മറ്റൊരു ലെവലായിരിക്കും. ഞാൻ പറയുന്ന മറ്റൊന്നുമല്ല, നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ കാണുവാനുള്ളത്? ഇന്നല്ലെങ്കിൽ പിന്നെ എന്ന്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ? അതെ, സമയം ഒട്ടും വൈകിട്ടില്ല. നമ്മളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇതേ രീതിയിൽ ശയ്യാവലംബികളായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണണം. അവർക്ക് ഒരു ധൈര്യവും ആശ്വാസവും പകർന്നു നൽകണം. നാളെ ഈ ഒരു അവസ്ഥയിലൂടെ നമ്മളും കടന്നു പോയേക്കാം. അപ്പോൾ നമ്മൾ ദുഃഖിച്ചിട്ട്, അല്ലെങ്കിൽ എനിക്ക് കാലുണ്ടായിരുന്നെങ്കിൽ ഞാൻ നടന്നുപോയി അവരെ കാണുമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ ശേഷിയുള്ളപ്പോഴല്ലേ നമ്മൾ ആശ്വസിപ്പിക്കേണ്ടത്. കരങ്ങളുള്ളപ്പോഴേക്കും ചേർത്ത് പിടിക്കാനും കൈപിടിച്ചുയർത്താനും ഉള്ളതല്ലേ, അല്ലാതെ തള്ളി മാറ്റാനുള്ളതല്ലല്ലോ. കാലുകളും അവർക്ക് അടുത്തെത്തുവാനുള്ളതല്ലേ, അല്ലാതെ അകന്നു പോകാൻ വേണ്ടിയുള്ളതല്ലല്ലോ. കണ്ണ് ഉണ്ടായിട്ടും കാണാതെ പോകാനുള്ളതല്ലല്ലോ, കാഴ്ചകൾ കാണാനുള്ളതാണ്. പ്രത്യേകിച്ച് ഇതേപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ. ഇനിയും വൈകിട്ടില്ല, നമ്മൾക്ക് നമ്മളാലാവുന്ന രീതിയിൽ ആശ്വാസം കൊടുക്കുവാനായിട്ട് സാധിക്കണം. ഓക്കെ, എല്ലാവരുടെയും ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.